ടേമിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പം തൽക്കാലം ചെയർപേഴ്സൺ ആവുക എന്നുള്ളതിനുപരി മറ്റൊന്നുമില്ല. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ മറുകണ്ഠം ചാടുന്ന മറുപക്ഷത്തേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവസാന നിമിഷം വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ വേറെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ? സിസ്റ്ററാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ മറുപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. വേറെ ആരെങ്കിലും പോകുന്നു? എല്ലാവരുടെയും ഡിസിഷൻസ് വളരെ സ്പഷ്ടമായിരുന്നു. അതിലിപ്പം ലാസ്റ്റ് മിനിറ്റ് ചേച്ചിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, അത് പ്രകാരം ചെയ്തു. അതല്ലാതെ മറ്റൊന്നും ഇല്ല. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, എൻ്റെ അറിവിലില്ല. അപ്പം LDFന്റെ ആളാണ് വരാൻ പോകുന്നത് വൈസ് ചെയർമാൻ സ്ഥാനം, അതോ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഞാൻ രാജിവെച്ചത് വൈസ് ചെയർമാൻ സ്ഥാനം. അപ്പൊ ഇനിയും സമയമുണ്ടല്ലോ അതിന്, അതെല്ലാം ചർച്ച ചെയ്ത് തന്നെ തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പൊളിറ്റിക്സിന് ഉപരി അതിന് അപ്പുറമായിട്ട് ചിന്തിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഇപ്പം ഇപ്പുറത്തെ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചേ കഴിയും. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ നിങ്ങൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം UDF പരാതി നൽകിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്? അതിനെക്കുറിച്ചുള്ള മറുപടി. UDF പരാതി നൽകിയതായിട്ട് എനിക്ക് അറിവില്ല. കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട്? ഒരു കോൺഗ്രസ് നേതൃത്വവും എനിക്കെതിരെ കൂറുമാറ്റ പരാതി നൽകിയിട്ടില്ല. അല്ല, 5 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ മായ രാഹുലാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും പരാതി നൽകിയിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്. അതൊരു ഇൻഡിപെൻഡന്റ് കൗൺസിലർ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും, എനിക്കറിയില്ല.